നാലാം ക്ലാസ് പാദവാർഷിക പരീക്ഷ അഖീദ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതും മോഡൽ ചോദ്യങ്ങളും പരിചയപ്പെടുത്തുന്ന വളരെ ഉപകാരപ്രദമായ വീഡിയോ ആണ്. മുഴുവനായി തന്നെ എല്ലാവരും കാണാൻ ശ്രദ്ധിക്കുക. ഒരിക്കലും നഷ്ടമാവില്ല. ഇത് കണ്ടാൽ തന്നെ നല്ലൊരു മാർക്ക് നിങ്ങൾക്കിത് വഴി കരസ്ഥമാക്കാൻ കഴിയും. ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഒന്നാമത്തത് നിങ്ങൾ കാണുന്നുണ്ടാകും, യോജിപ്പിക്കാം എന്നുള്ളതാണ്. ബ്രാക്കറ്റിൽ മുരീദ്, ബഖാ, കിദമ്, 20, വാജിബായ സിഫത്ത്, ജായിസായ സിഫത്ത് എന്നിങ്ങനെ നൽകിയിട്ടുണ്ട്. താഴെ ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. യോജിച്ച ഉത്തരങ്ങൾ ചോദ്യങ്ങൾക്ക് നേരെ നമ്മൾ എഴുതി കൊടുക്കണം. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ അള്ളാഹുവിന് ഉണ്ടാവൽ അനിവാര്യമായത് വാജിബായ സിഫത്ത്. വാജിബായ സിഫത്തിനാണ് അള്ളാഹുവിന് ഉണ്ടാവൽ നിർബന്ധമായ സിഫത്ത് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തത് ഫിഅലു കുല്ലി മുംകിനിൻ ഔ തർക്കുഹു. അള്ളാഹുവിന് സൗകര്യമുള്ളതൊക്കെ ചെയ്യുകയും ചെയ്യാം, അതിനെ ചെയ്യാതെ ഒഴിവാക്കുകയും ചെയ്യാം. ആ സിഫത്ത് ഏതാണ്? അത് ജായിസായ സിഫത്താണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ജായിസായ സിഫത്തിൻ്റെ അറബി എന്താണ്? ഫിഅലു കുല്ലി മുംകിനിൻ ഔ തർക്കുഹു. ഇഷ്ടമുള്ളത് ചെയ്യാനും ചെയ്യാതിരിക്കാനും അള്ളാഹുവിനിക്ക് പറ്റും. അതിനാണ് ജായിസായ സിഫത്ത് എന്ന് പറയുന്നത്. മൂന്നാമത്തത് അന്ത്യം ഇല്ലാതിരിക്കൽ. അതിനോട് യോജിച്ചത് എന്താണ്? ബഖാ. ബഖാ എന്ന് പറഞ്ഞാൽ അള്ളാഹു തആല എന്നെന്നും അവശേഷിക്കുന്നവൻ എന്നാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? അള്ളാഹുവിനൊരു അന്ത്യം ഇല്ല എന്നുള്ളതാണല്ലോ. ഇനി തുടക്കം ഇല്ലാതിരിക്കൽ. അള്ളാഹു തആലാക്ക് തുടക്കം ഇല്ലാതിരിക്കൽ എന്നുള്ളതിനോട് യോജിച്ചത് ഏതാണ്? കിദമ്. കിദമ് എന്ന് പറഞ്ഞാൽ എന്താണ്? പണ്ടേ ഉള്ളതാണ്. പണ്ടേ ഉള്ളതെന്ന് പറയുമ്പോൾ അതിനെന്തില്ല? തുടക്കം ഇല്ല എന്നുള്ളതാണ്. അഞ്ചാമത്തത് മുസ്തഹീലായ സിഫത്തുകളുടെ എണ്ണം. മുസ്തഹീലായ സിഫത്തുകൾ എത്ര എണ്ണമാണ്? 20. അതാണ് യോജിച്ചത്. കാരണം വാജിബായ സിഫത്തിൻ്റെ നേരെ എതിര് വരുന്നതൊക്കെ എന്താണ്? മുസ്തഹീലായ സിഫത്തുകളാണ്. അതിലൂടെ വാജിബായ സിഫത്ത് എത്ര ഉണ്ട് എന്ന് ചോദിച്ചാലും 20ആണ്. അതിൻ്റെ എതിരായിട്ട് ഇപ്പോൾ കേൾവി ഇല്ലാതിരിക്കുക, അത് മുസ്തഹീലാണല്ലോ. അപ്പം അങ്ങനെ എല്ലാറ്റിനും എതിര് വരും. ആ എതിര് വരുന്നതൊക്കെ മുസ്തഹീലായ സിഫത്താണ്. അതുകൊണ്ടത് 20 ഉണ്ടാകും. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ വേർതിരിക്കാം എന്നുള്ളതാണ്. എന്തൊക്കെയാണ് വേർതിരിക്കേണ്ടത്? വാജിബായ സിഫത്തുകളും അതുപോലെ തന്നെ മുസ്തഹീലായ സിഫത്തുകളും. വാജിബായ സിഫത്തുകൾ അള്ളാഹ്ക്ക് ഉണ്ടാവേണ്ട നിർബന്ധമായ സിഫത്തുകളും, മുസ്തഹീലായ സിഫത്തുകൾ അള്ളാഹുവിനിക്ക് ഉണ്ടാവാൻ പാടില്ലാത്ത സിഫത്തുകളും. ഇങ്ങനെ മുകളിൽ കൊടുത്തതിന് വേർതിരിക്കണം. ഞാൻ അവിടെ വേർതിരിച്ച് എഴുതി കൊടുത്തിട്ടുണ്ട്. വുജൂദ് എന്ന് പറഞ്ഞാൽ അള്ളാഹു തആല ഉണ്ടാവൽ നിർബന്ധമാവുക, ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് വുജൂദിൻ്റെ അർത്ഥം. നമ്മളങ്ങനെയല്ലേ പഠിച്ചത്? ഹയാത്ത് എന്ന് പറയുന്നത് ജീവൻ. അള്ളാഹു തആല ജീവിച്ചിരിക്കുക എന്നുള്ളത് അള്ളാഹുവിനിക്കുണ്ടാവൽ നിർബന്ധമായതാണ്. അതുപോലെ തന്നെ കൗനുഹു ആലിമൻ, അള്ളാഹു തആല അറിവുള്ളവനാവുക എന്നുള്ളത് ഉണ്ടാവൽ നിർബന്ധമായ കാര്യമാണ്. അതേ പ്രകാരം തന്നെ അറിവും അള്ളാഹ്ക്ക് ഉണ്ടായിരിക്കണം. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, അള്ളാഹുവിനിക്ക് ഇൽമ് എന്നുള്ളൊരു വിശേഷണമുണ്ട്, അറിവ്. അതേപോലെ തന്നെ കൗനുഹു ആലിമൻ, അള്ളാഹു വിവരമുള്ളവനാവുക എന്ന മറ്റൊരു സിഫത്തും കൂടെ ഉണ്ട്. അതാണ് അറിവും കൗനുഹു ആലിമൻ രണ്ട് വന്നത്. അങ്ങനെ തിരിച്ചറിയാതെ ആവരുത്. രണ്ടും അള്ളാഹ്ക്കുള്ള സിഫത്ത് തന്നെയാണ്. ഇനി മുസ്തഹീലായ സിഫത്തുകൾ നോക്കാം. അള്ളാഹ്ക്ക് ഉണ്ടാവാൻ പാടില്ലാത്തത് ബക്കമ്, സംസാരമില്ലായ്മ. അള്ളാഹുവിനിക്ക് സംസാരമില്ലായ്മ എന്നുള്ള വിശേഷണം ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. പിന്നെ കൗനുഹു ആഴ്മ, കാഴ്ചയില്ലാത്തവനാവുക, കണ്ണുപൊട്ടനാവുക എന്നുള്ളത് അള്ളാഹ്ക്ക് പറ്റാത്തതാണ്. പിന്നെ ഫനാ, നാശം എന്നുള്ളത് അള്ളാഹുവിൽ സംഭവിക്കാൻ പാടില്ലാത്ത വിശേഷണമാണ്. പിന്നെ അന്യാശ്രയം, മറ്റുള്ളവരിലേക്ക് ആശ്രയിക്കുക, ഏതെങ്കിലും ആവശ്യത്തിന് വേണ്ടി അള്ളാഹു അല്ലാത്തവരിലേക്ക് ആശ്രയിക്കുക എന്നുള്ളത് അള്ളാഹുവിനിക്ക് ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. അപ്പോൾ ഇങ്ങനെയാണ് വാജിബായ മുസ്തഹീലായ സിഫത്തുകളെ വേർപിരിക്കേണ്ടത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്, മനസ്സിലാക്കി വെക്കുക. അടുത്തത് ഉത്തരം എഴുതാം എന്നുള്ളതാണ്. ഒന്നാമത്തെ ചോദ്യം, സർവ്വലോകവും സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനും നിയന്ത്രിക്കുന്നവനും ആരാണ്? അള്ളാഹുവാണ്. അതാണ് ഉത്തരം. 2, മുസ്തഹീലായ സിഫത്ത് എന്നാൽ എന്ത്? അള്ളാഹുവിൻ്റെ വാജിബായ സിഫത്തുകൾക്ക് എതിരായ കാര്യങ്ങൾ അള്ളാഹുവിൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. ഇതിന് മുസ്തഹീൽ എന്ന് പറയും. മനസ്സിലാക്കി വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ചോദ്യവും, അള്ളാഹുവിൻ്റെ ജായിസായ സിഫത്ത് ഏത്?
ഉണ്ടാകാവുന്ന ഏത് കാര്യവും അള്ളാഹുവിന് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ആവാം. ഇത് അള്ളാഹുവിൻ്റെ ജായിസായ സിഫത്താകുന്നു. അതും മനസ്സിലാക്കുക. ഇനി നാലാമത്തെ ചോദ്യത്തിൽ വായിക്കുന്നതിന് മുന്നേ ഇതുപോലത്തെ മദ്രസാപരമായ മറ്റു വിഷയങ്ങൾക്ക് വേണ്ടി സ്കോളർഷിപ്പ് പരീക്ഷകൾ, പൊതുപരീക്ഷ തുടങ്ങിയ എല്ലാ കാര്യങ്ങൾക്കും, നബിദിന പരിപാടികൾ, പെൺകുട്ടികൾക്കുള്ള പരിപാടികൾ, എല്ലാത്തിനും വേണ്ടി ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക, ഒന്ന് ലൈക്ക് അടിച്ചിടുക. അവസാനത്തിൽ ഉപകാരപ്പെട്ടെങ്കിൽ താങ്ക്സോ മറ്റോ എന്തെങ്കിലും ഒന്ന് പരിശ്രമത്തിന് നന്ദി സൂചകമായി എഴുതുകയും ചെയ്യുക. ഒന്നാമത്തത് ചോദിച്ചിട്ടുള്ളത് അർത്ഥം എഴുതാമെന്നുള്ളതിൽ വഹ്ദാനിയത്ത്. എന്താണ് വഹ്ദാനിയത്തിൻ്റെ അർത്ഥം? ഏകത്വം എന്നുള്ളതാണ്. രണ്ടാമത്തത് ഖിയാമും ബിൻ നഫ്സ്. എന്താ അർത്ഥം? സ്വയം നിലനിൽക്കൽ. 3 മുത്തക്കല്ലിം, സംസാരിക്കുന്നവൻ. 4 കൗനുഹു ആജിസൻ, കഴിവില്ലാത്തവനാവൽ. 5 ബസർ, കാഴ്ച. ഇങ്ങനെയാണ് അതിൻ്റെ അർത്ഥങ്ങൾ വരുന്നത്. ഇനി അഞ്ചാമത്തത് നോക്കൂ, വിപരീത പദം എടുത്തെഴുതാം എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥമല്ല എഴുതേണ്ടത്, അതിൻ്റെ നേരെ വിപരീതം എടുത്തെഴുതണം. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്, ശ്രദ്ധിക്കണേ. അതിലൊന്നാമത്തത് കുദറത്ത്. കുദറത്ത് കഴിവാണല്ലോ. ഈ കഴിവ് എന്നുള്ള അള്ളാഹുവിൻ്റെ സിഫത്തിന് എതിരായി വരുന്നത്, അതിൻ്റെ വിപരീതം ഏതാണ്? ബ്രാക്കറ്റിലുള്ളത് കഴിവില്ലായ്മ എന്നുള്ളതാണ്. ആലിം, അറിവുള്ളവൻ എന്നുള്ളതിൻ്റെ എതിരായി വരുന്ന പദം ഏതാണ്? അറിവില്ലാത്തവൻ എന്നുള്ളതാണ്. കലാം എന്ന് പറഞ്ഞാൽ സംസാരം എന്നല്ലേ? സംസാരമില്ലായ്മ. വഹ്ദാനിയത്ത്, ഏകത്വം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അതിൻ്റെ വിപരീത പദം ഏതാണ്? ഒന്നിലധികമാവൽ. അഞ്ചാമത്തത് ഹയ്യുൻ, ജീവിച്ചിരിക്കുന്നവനാവുക എന്നുള്ളതിൻ്റെ വിപരീത പദം ജീവിക്കാത്തവൻ എന്നതാണ് ബ്രാക്കറ്റിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരുമ്പോൾ ആറാമത്തത് പൂർത്തിയാക്കാം എന്നുള്ള ചോദ്യമാണ്. ഒന്നാമത്തത് അള്ളാഹു മാത്രമാണ് ആരാധനയ്ക്ക് ഡാഷ്. എന്താണ്? അർഹൻ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. അതിനെന്ത് ചെയ്യണം? പാഠഭാഗങ്ങൾ ഓരോരുത്തരും നന്നായി പഠിക്കുക, നല്ലോണം വായിച്ചു പഠിക്കുക. അങ്ങനെയാവുമ്പോൾ ഇത്തരത്തിലുള്ള പൂരിപ്പിക്കാനുള്ള ചോദ്യങ്ങൾ വന്നാൽ നമുക്ക് വേഗത്തിൽ ഉത്തരം മനസ്സിലാകും. അല്ലെങ്കിൽ നമുക്ക് സംശയമാകും എന്തായിരിക്കും എന്നുള്ളത്. പാഠം വായിച്ച് ശീലമുള്ളവർക്ക് ഇതിൻ്റെ ഉത്തരമൊക്കെ എളുപ്പം കിട്ടും. ഇനി രണ്ടാമത്തത് നമ്മുടെ കേൾവി ഡാഷ്. നമ്മുടെ കേൾവി അപൂർണവും അള്ളാഹു നൽകിയതുമാണ്. എന്നാൽ അള്ളാഹു ഡാഷ്, അള്ളാഹുവിൻ്റേത് സമ്പൂർണവും സ്വന്തമായി ഉള്ളതുമാണ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയമാണ്. നമ്മുടെ കേൾവിയും അള്ളാഹുവിൻ്റെ കേൾവിയും തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്നൊരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് ഈ ഉത്തരം എഴുതാം. നമ്മുടെ കേൾവി അപൂർണവും അള്ളാഹു നൽകിയതുമാണ്, എന്നാൽ അള്ളാഹുവിൻ്റേത് സമ്പൂർണവും സ്വന്തമായി ഉള്ളതുമാണ്. എഴുതുന്നതും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി മൂന്നാമത്തത് അള്ളാഹുവിന് ജായിസായ സിഫത്ത് 1 മാത്രമാണ്. ഇനി നാലാമത്തത് അള്ളാഹു ഖാദിറുൻ എന്ന മൂന്നാമത്തെ പാഠത്തിൽ വന്ന ബൈത്താണ്. ഫല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഖാലിഫുൻ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി. ബൈത്തും പഠിച്ചു വെക്കുക. ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ഫുൾ മാർക്ക് നഷ്ടപ്പെടും. അതും കൂടെ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഏത് രൂപത്തിലാണ് ചോദ്യം വരിക എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. 4 പാഠങ്ങളാണ് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാൻ നമ്മളോട് നിർദ്ദേശിച്ചിട്ടുള്ളത്. 4 നന്നായി പഠിക്കുക, നന്നായി വായിക്കുക, ചോദ്യോത്തരങ്ങളൊക്കെ നോക്കുക. സമയം ലഭിക്കുകയാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയ ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. ചെയ്താൽ ഞാനത് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യും. അതും നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. സബ്സ്ക്രൈബിൻ്റെ കാര്യം മറക്കരുത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം ഒന്നറിയിക്കുക. നിങ്ങളെ പ്രിയപ്പെട്ടവരിലേക്കും കൂടെ ഈ ഒരു നല്ല ക്ലാസ് എത്തിക്കുക. അവർക്ക് കൂടെ ഉപകാരപ്പെടട്ടെ. നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.